കമ്മ്യൂണിക്കേഷന് വേണ്ടിയോ അല്ലാതെയോ ഇംഗ്ലീഷ് എഴുതുകയോ ടൈപ്പ് ചെയ്യുകയോ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇംഗ്ലീഷിലെ വളരെ ചെറിയ എന്നാൽ അത്രയും തന്നെ ഇമ്പോർട്ടന്റ് ആയ അത്രയും തന്നെ പ്രധാനപ്പെട്ടതായ ഒരു ചെറിയൊരു കാര്യമാണ്. അതാണ് പങ്ക്ച്വേഷൻ എന്ന് പറയും. ഞാൻ ഗൂഗിളിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ എന്താണ് പങ്ക്ച്വേഷന്റെ മലയാളം എന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു റിസൾട്ട് എങ്ങനെയാണ്, വിരാമചിഹ്നം. അപ്പൊ ഞാൻ ഓർത്തു, വിരാമചിഹ്നം, എനിക്കറിയാവുന്ന വിരാമചിഹ്നം എന്ന് പറയുന്നത് കുത്താണ്, ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ കുറച്ചൊരു റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. വിരാമചിഹ്നങ്ങൾ ഏതൊക്കെയാണ് മലയാളത്തിലെ വാക്കുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് കുറച്ച് ഒരു ഫോറിൻ ലാംഗ്വേജ് നമുക്ക് തോന്നാം. ഓക്കെ, എന്തൊക്കെയാണ് വിരാമചിഹ്നങ്ങൾ? പൂർണ്ണവിരാമം, അപൂർണവിരാമം, അർദ്ധവിരാമം, അല്പവിരാമം, കാക്കു, ആശ്ചര്യചിഹ്നം, ഉദ്ധരണി, ലുപ്തചിഹ്നം, വലയം, കോഷ്ടം, ശൃംഖല, ഹംസപാദം, പ്രശ്ലേഷം, വികല്പം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും മലയാളം ഇത്രയും ടഫായിരുന്നു എന്ന്. ഓക്കെ, ഇനി നമുക്കറിയാവുന്ന രീതിയിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. പൂർണ്ണവിരാമം, ഫുൾ സ്റ്റോപ്പ്. ഇനിയും കുറച്ചും കൂടി ലോക്കലായിട്ട് പറയുകയാണെങ്കിൽ കുത്ത്. അപൂർണവിരാമം, കോളൻ, 2 കുത്ത്. അർദ്ധവിരാമം, 1 കുത്ത് 1 കോമ, അതിനെ ഇംഗ്ലീഷിൽ സെമി കോളൻ എന്ന് പറയും. അല്പവിരാമം, അതാണ് നമ്മുടെ ഈ കോമ എന്ന് പറയുന്നത്. അതിന് വേറൊരു വാക്കും കൂടിയുണ്ട്, അങ്കുശം എന്നാണ് പറയുന്നത്. അർദ്ധവിരാമത്തിനും അതായത് ഈ സെമി കോളനും വേറൊരു വാക്കുണ്ട്, അതാണ് രോദിനി. അപൂർണവിരാമം, കോളൻ, അതിനുള്ള വേറൊരു വാക്കാണ് ഭിത്തിക. കാക്കു, എന്താണ് ഈ കാക്കു? ക്വസ്റ്റ്യൻ മാർക്കിനെയാണ് കാക്കു എന്ന് പറയുന്നത്. അടുത്തത് ആശ്ചര്യചിഹ്നം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ സിമ്പിൾ ആയ ഒരു കാര്യമാണ് ആശ്ചര്യചിഹ്നം. പക്ഷേ ആശ്ചര്യചിഹ്നത്തിന് ഉള്ള വേറൊരു വാക്കാണ് വിക്ഷേപണി. ഉദ്ധരണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടേഷൻ മാർക്കാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ലുപ്തചിഹ്നം, അതിന് വേറൊരു വാക്കാണ് വിശ്ലേഷം. ഇതിന്റെ ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? അപ്പസ്ട്രോഫി. ഓക്കെ, അടുത്തത് വലയം. ഓക്കെ, ബ്രാക്കറ്റിനെയാണ് വലയം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോഷ്ടം, അതും ഒരു ബ്രാക്കറ്റ് തന്നെയാണ്. ഈ ഷേപ്പിലുള്ള ബ്രാക്കറ്റിനെയാണ് കോഷ്ടം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ശൃംഖല, ഇതിനെ ഹൈഫൺ എന്ന് പറയും. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു വര. അടുത്തത് പാടിനി അല്ലെങ്കിൽ ഹംസപാദം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിട്ടേക്ക്. അടുത്തത് പ്രശ്ലേഷം. ഈ പ്രശ്ലേഷം എന്ന് പറയുന്നതും എനിക്കറിയാത്തൊരു കാര്യമാണ്, അതുകൊണ്ട് നമുക്ക് അതും വിട്ടേക്കാം. അടുത്തത് വികല്പം. ഇതിന് വേറെ 2 വാക്കുകൂടി ഉണ്ട്. കർണരേഖ, അതും കുറച്ച് ടഫാണ്, പക്ഷെ വളരെ എളുപ്പത്തിൽ പറയാവുന്ന ഒരു വാക്കാണ് ചരിവുവര. ഓക്കെ, ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് സ്ലാഷ് എന്നാണ്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് മലയാളത്തിലെ ചിഹ്നങ്ങൾ. അതായത് ചിഹ്നങ്ങൾ യൂണിവേഴ്സലാണ്, പക്ഷെ മലയാളത്തിൽ എങ്ങനെ പറയാം എന്നുള്ള വാക്കുകളൊക്കെ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മളൊരു ഇംഗ്ലീഷ് എഴുതുകയാണെങ്കിൽ ഈ ഇംഗ്ലീഷിൽ ഇതിന്റെ പ്രാധാന്യം എന്താണെന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. ഒരു കോമ ഒരാളുടെ ജീവനെടുത്തൊരു കഥയുണ്ട്. ആ കോമയുടെ കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഞാൻ ഇംഗ്ലീഷിൽ ഇനി ഒരു സെന്റൻസ് പറയാം. ലെറ്റ്സ് ഈറ്റ് ചിൽഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ വാ നമുക്ക് കഴിക്കാമെന്നാണ്. പക്ഷേ അവിടെ ഒരു കോമ ഉപയോഗിച്ചില്ലെങ്കിൽ ലെറ്റ്സ് ഈറ്റ് ചിൽഡ്രൻ എന്നായി മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ പിടിച്ച് തിന്നാമെന്ന്. ഒരു സാധാരണക്കാരനെ, ഒരു പാവത്താനെ ഒരു നരഭോജിയാക്കുന്ന ഒരു സംഭവമാണ് ഈ കോമ, അല്ലെങ്കിൽ ഈ കോമയുടെ ഒരു അഭാവം എന്ന് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ കഥയിലേക്ക് വരാം. വളരെ പണ്ട് നടക്കുന്ന ഒരു കഥയാണ്. ഒരു രാജ്യത്ത് ഒരു കുറ്റവാളി ഉണ്ടായിരുന്നു. തൂക്കി കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരു കുറ്റവാളിയായിരുന്നു ഈ മനുഷ്യൻ. തൂക്കി കൊല്ലപ്പെടുന്നതിന് മുൻപ് ആ രാജ്യത്തെ രാജാവിന് ഈ മനുഷ്യൻ ഒരു ദയാഹർജി സമർപ്പിച്ചു. ആ രാജാവിന് ദയാഹർജി വരാൻ വളരെയധികം വൈകി. തൂക്കി കൊല്ലപ്പെടുന്നതിന് 5 മിനിറ്റ് മുൻപാണ് രാജാവിന്റെ ടെലഗ്രാം വന്നത്. നിങ്ങൾ എത്ര പേർക്ക് ടെലഗ്രാം എന്താണെന്ന് അറിയാം എന്ന് എനിക്കറിയില്ല. ഉപയോഗിക്കുന്ന ഓരോ വാക്കിനും, ഓരോ ക്യാരക്ടറിനും, ഓരോ ലെറ്ററിനും പൈസ പോകുന്ന ഒരു സംഭവമായിരുന്നു ഈ ടെലഗ്രാം എന്ന് പറയുന്നത്. ഈ കുറ്റവാളിയോട് ദയ തോന്നിയ ആ രാജാവ് ആ കുറ്റവാളിയെ വിട്ടയക്കാൻ തീരുമാനിച്ചിരുന്നു. ഈ ഒരു സന്ദേശം ടെലഗ്രാം ആയി അയക്കാൻ ആ രാജാവ് തന്റെ കൊട്ടാരത്തിൽ ഒരാളെ നിയോഗിച്ചിരുന്നു. ആ ടെലഗ്രാമിലെ സന്ദേശം എങ്ങനെയായിരുന്നു? കിൽ ഹിം നോട്ട്, ലെറ്റ് ഹിം ലീവ്. അയാളെ കൊല്ലണ്ട, അയാൾ ജീവിച്ചോട്ടെ. പക്ഷേ ഈ സന്ദേശത്തിനൊരു പ്രശ്നമുണ്ടായിരുന്നു. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ വിരാമചിഹ്നങ്ങളില്ലായിരുന്നു. കുത്തോ കോമയോ വരയോ കോളനോ സെമി കോളനോ ഒന്നുമില്ലാത്ത ഒരു സന്ദേശമായിരുന്നു അത്. ടെലഗ്രാം കയ്യിൽ കിട്ടിയ ആരാച്ചാർ ഇങ്ങനെ വായിച്ചു: കിൽ ഹിം നോട്ട് ലെറ്റ് ഹിം ലീവ്. അയാളെ കൊന്നുകളയുക, അയാൾ ജീവിക്കേണ്ട. വിരാമചിഹ്നം അല്ലെങ്കിൽ ഒരു പങ്ക്ച്വേഷൻ ഒരാളുടെ ജീവനെടുത്തൊരു കഥയാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ ഇത്തരം ജീവനെടുക്കുന്ന സംഭവങ്ങൾ ചിലപ്പം
ഉണ്ടായെന്ന് വരില്ല. പക്ഷെ നമ്മൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ എന്താണോ മറ്റൊരാളോട് പറയാൻ ശ്രമിക്കുന്നത്, ചിലപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ നടന്നെന്ന് വരില്ല. അതുകൊണ്ട് പങ്ക്ച്വേഷന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ബ്യൂട്ടി തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് റൈറ്റിംഗിൽ ഈ പങ്ക്ച്വേഷൻ, ഈ വിരാമചിഹ്നങ്ങൾ നമുക്ക് യഥേഷ്ടം ഉപയോഗിക്കാം. അത്രയും പറയുന്നുള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.